ഇന്നിപ്പോൾ സൺഡേ രാവിലെ ആട്ടോ. അപ്പോൾ രാവിലെ സിമ്പിളായിട്ടിരിക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് ഓട്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓട്സ് ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള പൊറോട്ട ഉണ്ടാക്കും. പൊറോട്ടയാണെങ്കിൽ ഞാൻ എന്നും ഒരേ രീതിയിലുള്ള അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, വ്യത്യസ്തമായ രീതിയിലുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പം ആലു പൊറോട്ട, അല്ലെങ്കിൽ മേഥി പൊറോട്ട, ചിലപ്പോൾ ഈ ബേസിനൊക്കെ വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയണേ, നമ്മുടെ കടലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള പൊറോട്ട നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എന്നാൽ ഹെൽത്തിയും ആട്ടോ. ഓട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ലോസ് ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ, സിമ്പിളായിട്ടിരിക്കുന്ന വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് നേരത്തേനൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്സ് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഉപയോഗിച്ചാട്ടോ അരയ്ക്കുന്നത്, കാരണം തണുപ്പായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾക്ക് നോർമലായിട്ടിരിക്കുന്ന വെള്ളം യൂസ് ചെയ്ത് അരച്ചെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഓട്സ് എന്ന് പറയുന്നത് നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു സ്റ്റിക്കി രൂപത്തിലാട്ടോ ഇരിക്കുന്നത്. അപ്പം എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു തേങ്ങാ ചട്നിയുമാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ തവയിൽ വെച്ച് ചുട്ടെടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം ഇത് വളരെ തിന്നായിരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കട്ടി കൂട്ടാനായിട്ട് നമുക്കൊന്നും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, മൈദ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് റവയാട്ടോ. റവയും ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ റവ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാനിതൊരു 10 മിനിറ്റ് നേരത്തേന് അടച്ചു വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് ഞാനിപ്പം ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഞാൻ ചട്നി ഉണ്ടാക്കുകയാണ്, സിമ്പിളായിട്ടിരിക്കുന്ന വൈറ്റ് ചട്നി കേട്ടോ. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സ്വല്പം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുക കേട്ടോ, കാരണം തേങ്ങയൊക്കെ ഇങ്ങനെ നല്ല കട്ടയായിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വല്പം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് സിമ്പിളായിട്ട് കറക്കിയെടുക്കും, അതിനുശേഷം പിന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം ബാലൻസ് വരാൻ പാടില്ല, രാവിലെ തന്നെ കഴിച്ച് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നി ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ പിന്നെയാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചട്നി ഒന്ന് കടുക് അളിച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കടുകും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചട്നി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചാന് ചുമപ്പ് കളറിലെ ചട്നിയായിട്ട് ഇഷ്ടം. പക്ഷേ ഞാനിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വൈറ്റ് ചട്നി ആട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്തായാലും സിമ്പിളായിട്ട് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അധികം ലൂസൊന്നും ആക്കി എടുക്കുന്നില്ല, ഒരു തിക്കായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത്. നല്ല തട്ട് ദോശയുണ്ടല്ലോ, എന്താ പറഞ്ഞത്, തട്ടിൽ കൂട്ടിയ ദോശയും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു വൈറ്റ് ചട്നി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഞാനിപ്പോൾ ചട്നി ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഓട്സിൻ്റെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ചും കൂടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് ലൂസാക്കിയതിന് ശേഷം വേണം നമുക്കിതിനകത്തോട്ട് റവയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ്, പക്ഷേ ഇവിടെ എൻ്റെ മോനോ ഇച്ചാനോ ഒന്നും അത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തവയിൽ കോരി ഒഴിക്കാനായിട്ട്.
ഇപ്പോൾ ഇവിടെ ഞാൻ തവ ചൂടാകാനായിട്ട് വെച്ചു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണ്ട. അരക്കപ്പ് റവയും പിന്നെ ഒരു പിടി തേങ്ങ ചിരകിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയിലുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു തിക്നെസ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ചൂടായ തവയിലോട്ട് ഓരോ തവി കോരി ഒഴിക്കുക, അധികം പരത്താൻ നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ രാവിലെ അധികം തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ദോശയാട്ടോ ഈ ഒരു ഓട്സ് ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ പ്രെയറൊക്കെ ഉണ്ട്, അപ്പോൾ ചർച്ചിലൊക്കെ പോകണം. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഈ ഒരു തണുപ്പ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാട്ടോ പാത്രം കഴുകുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പൈപ്പിനകത്തുനിന്ന് വരുന്ന വെള്ളം നല്ല ഫ്രീസ് ആയിട്ടിരിക്കുന്ന വെള്ളം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയാട്ടോ പാത്രം കഴുകാൻ. പക്ഷേങ്കിൽ ഞാൻ അതുകൊണ്ട് തന്നെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ ഒരു വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വാഴയും വെട്ടിയെല്ലാം കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വെട്ടിക്കളഞ്ഞ് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാഴച്ചുണ്ട് ഇന്നിപ്പോൾ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിരുമ്മി ഇങ്ങനെ വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനൊരു അരപ്പുണ്ടാക്കണം. അപ്പോൾ അത് എണ്ണ തിരുമ്മിയതിന് ശേഷം അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കടുകിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തോട്ട് അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടിരിക്കുന്ന ഒരു കറിയാട്ടോ ഇത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇത് വാഴപ്പിണ്ടി അതൊക്കെ. അപ്പോൾ ഈ ഒരു ഇതിനോട് കൂടെ തന്നെ ഞാൻ ഒരു കൂട്ടുകറിയും കൂടെ വെക്കുന്നുണ്ട്. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കിഴങ്ങും അതുപോലെ തന്നെ ഒരു വാഴയ്ക്ക, വഴുതനങ്ങ, തക്കാളി, കുറച്ച് ബീൻസ് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വെള്ളം വെച്ചിരുന്നു ചോറ് വെക്കാനായിട്ടുള്ള. അപ്പോൾ അരിയും കഴുകിയിടുകയാണ്. അപ്പോൾ കൂട്ടുകറിക്ക് ഞാൻ കുറച്ച് പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. ഇത് പിന്നീട് കേട്ടോ ഞാൻ തേങ്ങയൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ അരച്ചെടുക്കത്തുള്ളൂ, അത് ഉച്ചയ്ക്കേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയും ആയി. ഇനിയിപ്പോൾ ചായയും കൂടെ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ചർച്ചിൽ പോയി വന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കറികളൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാം കേട്ടോ. നമുക്ക് ഇച്ചാൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ഷോപ്പിൽ പോയിരുന്ന് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഇടയ്ക്ക് 2 ദിവസം ആ ഒരു കാര്യത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ തനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി, കാരണം അത്രയും സമയം ഞാൻ തന്നെ ഇരിക്കണ്ടേന്ന് കരുതി. അങ്ങനെ പിന്നെ ഞാനും കൂടെ പോയിട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സമയമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് പോയിരിക്കാമെന്ന് ഞാനും കരുതി. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കൂലേ. അപ്പം ഞാൻ വിചാരിച്ചു ആവശ്യത്തിനുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് വെക്കാം. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പച്ചക്കറികൾ നമുക്കിപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. മട്ടറും അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ്, ബീൻസ്, അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞാൻ വെച്ചിട്ടോ. അതിന് ശേഷം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയി. നിച്ചാനും മോനും ഷോപ്പിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പം ദീദീനെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു വീട് പോലെ ഞങ്ങളിവിടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒരു വീട്ടിൽ ഇവരുമായിട്ട് ഒറ്റ വീട് പോലെ ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലായിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ ദീദി പുതിയ വീടൊക്കെ പണിതു. അപ്പോൾ ആ വീട് പണിത് അതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഇവിടുത്തെ വീഡിയോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു ഫാമിലി ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇൻറ്റിമസി ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഫാമിലീസിനെ ഒന്നും സാധാരണ നോർത്ത് ഇന്ത്യയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാട്ടോ. പക്ഷേ ഇവർ ബ്രാഹ്മിൻസ് ഫാമിലിയാണ്. പക്ഷേ ഞങ്ങളുമായിട്ട് ഭയങ്കര
ഭയങ്കര ഇൻറ്റിമസി ആട്ടോ. നല്ലൊരു റിലേഷനാണ് ഇവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും. അപ്പം ഞങ്ങൾക്കിവിടെ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. കാരണം ഒരുപാട് നമുക്ക് ചിരിക്കാൻ പറ്റും, തമാശ പറയാൻ പറ്റും. നല്ലൊരു ഇവിടുത്തെ അങ്കിളും ആൻറ്റിയും അതുപോലെ ഇവരുടെ മക്കളും എല്ലാമായിട്ട് നല്ല റിലേഷനാണ്. അപ്പോൾ ആൻറ്റി ദീദി എന്നെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. പിന്നെ എന്താ പറയണേ, കുറേ സമയം അവരുമായിട്ട് ശരിക്കും സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നതാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമൊന്നും അല്ലല്ലോ. അപ്പോൾ ദേ ദീദി ഇങ്ങനെ പക്കവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം ദീദിക്ക്. തന്നെയല്ല വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനായിട്ട് കിട്ടുന്ന നിമിഷങ്ങൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യും കേട്ടോ. ഞാൻ കൂടുതൽ സമയം ഞാൻ വീട്ടിൽ ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളിൽ പോകുന്ന സ്കൂളിൻ്റെ ആ ഒരു സമയത്തും മാത്രമാണ് നമുക്ക് കൂടുതൽ ആളുകൾ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് ശേഷം ഞാൻ ശരിക്കും തന്നെയാട്ടോ. അപ്പോൾ എനിക്ക് തന്നെയുള്ള ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു ലൈഫാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എന്താ പറയണേ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞു തന്നെ ഭയങ്കര എനിക്ക് സന്തോഷിക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്താണ് ഇവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പം നമുക്കിങ്ങനെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വളരെ ആവശ്യമാണ്. കാരണം നമുക്ക് ഒരു ചേഞ്ച് എപ്പോഴും ഒരേ രീതിയിലല്ലാതെ നമുക്ക് ചേഞ്ച് ആകാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എൻജോയ് ചെയ്യുക. കാരണം എല്ലാവരും പലതരത്തിലുള്ള ജോലികളും ജോലി തിരക്കുകളും പലതരത്തിലുള്ള ടെൻഷനുകളും ഒക്കെ ഉള്ളവരാണ്. അപ്പം നമ്മളെപ്പോഴും ഒരേ രീതിയിൽ അങ്ങനെ നിൽക്കുമ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന പോലെ നമുക്ക് എൻജോയ് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അത് നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടിനും വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കുറേ സമയം അപ്പോൾ ഞങ്ങളൊരു 2 മണി കഴിഞ്ഞപ്പോൾ വന്നു. ശരിക്കും പറഞ്ഞാൽ ചാനൊക്കെ ഫ്രീ ആയത് ഒരു 5 മണിക്ക് ശേഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ദീദി 2 സാരി ഗിഫ്റ്റ് ചെയ്തു കേട്ടോ. ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. उसका तो कलेक्शन तो मत भूलिए, वाह क्या कलेक्शन है, कितना सजा करके आप रखे हैं। ये भी देखो मीनू की दुकान का ही है। ये तो हम शायद आपको पहनते हुए देखे दीदी, हाँ वही है ना। അപ്പോൾ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ദീദിയുടെ അനിയത്തിയുടെ വീട് പണിയുന്നിടത്തും പോയിട്ടോ. അവളും എൻ്റെ ഫ്രണ്ടാട്ടോ. ഞാൻ ഈ കവറിൽ കാണിച്ച അംഗം എന്ന് പറയുന്നത് സാരി ഷോപ്പ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൺഡേ ദിവസം ഞാൻ ഇതുപോലെ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.